എക്സാം തുടങ്ങാൻ ഇനി കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. വന്ന കാര്യം പറയാം. എക്സാം കഴിഞ്ഞ് ദേവയാനി ഞങ്ങളോടൊപ്പം ഒന്ന് വരാമോ? എങ്ങോട്ട്? എവിടേക്കാണെന്ന് പറഞ്ഞാൽ സംഭവത്തിന്റെ ത്രില്ല് പോവും. സസ്പെൻസായി വെക്കേണ്ട കാര്യങ്ങൾ സസ്പെൻസായി തന്നെ വെക്കണം. സ്ഥലം അറിയാതെ ഞാൻ ഇങ്ങനെ വരിക? അതെ, എവിടേക്കോ പോകാനായി 2 അന്യപുരുഷന്മാർ വന്ന് വിളിക്കുക, അവരോടൊപ്പം പോവുക. സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയും അങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യോ, ആ അർത്ഥത്തിലല്ല ഞാൻ. ആരെയും ഞങ്ങൾ ഫോഴ്സ് ചെയ്യാറില്ല. അവനവന്റെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് പതിവ്. ഞങ്ങൾ ദേവേനെ ക്ഷണിക്കുന്നത് ദുരുദ്ദേശത്തോടെയല്ല, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാനാണ്. അടുത്തതായി താൻ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് അറിയാം. ആ ആളാരാണെന്നല്ലേ? തൽക്കാലം അതും സസ്പെൻസ്. ആളെ നേരിൽ കാണുന്ന ഉത്തമം. സംസാരം കേട്ടിട്ട് മൊത്തത്തിലൊരു ദുരൂഹതയുണ്ടല്ലോ. ഹേയ്, ദുരൂഹതയൊന്നുമില്ല. കാര്യം എന്താണെന്ന് അറിയുമ്പോൾ തനിക്കത് മനസ്സിലാവും. ഞങ്ങളെ സഹായിച്ച ആൾ വന്ന് വിളിച്ചതല്ലേ, എന്ത് റിസ്ക് എടുത്തിട്ടായാലും വരാം. അപ്പോൾ എക്സാം കഴിയുന്ന സമയത്ത് ഞങ്ങളോട് കാത്തു നിൽക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തൊരു മാന്യത, എന്തൊരു വിനയം. അതെ, ആ കുട്ടി അങ്ങനെയാ. ആ കുട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിന്റെ കാര്യമാ. ലൈൻ ക്ലിയർ ആക്കാനുള്ള പരിപാടിയാണോ? ക്ലിയറായി വന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യാ? നല്ല ടാലന്റ് ഉള്ള കുട്ടി. അതുകൊണ്ടാ അവള് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു പേടി. നീ വണ്ടി കയറിക്കേ. അവളുടെ ഉള്ള ടാലന്റ് നീ കളയാതിരുന്നാ മതി. വായി നോക്കാ കേറാ. എത്ര ദിവസം കിടക്കേണ്ടി വരും സിസ്റ്റർ? എന്താ, പോയിട്ട് അത്യാവശ്യമുണ്ടോ? എന്താടോ? ഏയ്, ഒന്നുമില്ല സിസ്റ്ററെ, ഒന്ന് നിന്നേ. അകത്ത് കിടക്കുന്നത് എന്റെ ഒരു പരിചയക്കാരനാ. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. അമ്മയുടെ വിഷമം ഇതുവരെ മാറിയില്ലേ? ഇവന്റെ ഈ കിടപ്പ് കണ്ടാ എങ്ങനെ മാറാനാ മോനെ? ഒക്കെ ശരിയാവുമേ. PGയുടെ എക്സാം ഇന്ന് തുടങ്ങുന്നേ. വല്ല ഓർമ്മയുണ്ടോ? പറഞ്ഞ പോലെ ശരിയാണല്ലോ. ഒരു വർഷം നഷ്ടമായി. ഒരു വർഷമല്ലേ നഷ്ടമായുള്ളൂ, പകരം ആയുസ് തിരിച്ചു കിട്ടിയില്ലേ?
എന്താടാ? ശിവനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ റൂമിന് പുറത്ത് തന്നെയുണ്ട്. ആ, അവിടെ എന്ത് നടക്കുന്നു, അവനെ ആരൊക്കെ കാണാൻ വരുന്നു എന്നൊക്കെ നോട്ട് ചെയ്തോണം. അവന്റെ റൂമിലേക്ക് ഇപ്പൊ 2 ചെറുപ്പക്കാർ കടന്നു പോയിട്ടുണ്ട്. അവരെന്താണ് സംസാരിക്കുന്ന ശ്രദ്ധിക്ക്. ശരി മുതലാളി. ഞങ്ങൾ കൊണ്ടുപോയിട്ട് വരാം. ആ, എന്താ ചെറായി? അവനെ ഇപ്പൊ വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുക. എടാ, നിന്നെടുത്ത് തന്നെ നിൽക്കാൻ, നീ അവരെ ഫോളോ ചെയ്യ്. ശരി മുതലാളി. ആ, അവൻ ഏത് ഹോസ്പിറ്റലാ കിടക്കുന്നേ? ഹൈവേയുടെ അടുത്തുള്ള ഐഷ ഹോസ്പിറ്റലിലാ. ഐഷ ഹോസ്പിറ്റലോ? ആ, എടാ, ഞങ്ങൾ അതേ ഹോസ്പിറ്റലാ നിൽക്കുന്നേ. ഇവിടോ? ആ, തന്നെ. കുഴഞ്ഞല്ലോടാ. ഇനി ഏതായാലും നീ അവരുടെ പുറകെ ഫോളോ ചെയ്യണം. ആ, പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ ഇവിടെ സമയം കളയെ പെട്ടെന്ന് ചെല്ല്. അവൻ എവിടേക്കാ കൊണ്ടുപോകുന്ന നോക്ക്. ആ, ഇവനെന്താ ഇവിടെ? മോടെ പ്രസവം എടുക്കാമെന്നല്ലേ അറിഞ്ഞു കാണും. അവന്റെ കാര്യം അന്വേഷിക്കാൻ അടി. വാ ഇങ്ങോട്ട്. എന്താ? ഡോക്ടറെ ഒന്ന് കാണണം. അത് എന്തുവാ? അകത്തേക്ക് വരൂ. അതെ മാഷേ, ഇപ്പൊ ഇവിടേക്ക് വീൽ ചെയറിൽ കൊണ്ടുവന്ന ശിവൻ എന്ന പേഷ്യന്റ് ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. ചിലപ്പോ ക്ലിനിക്കിലേക്ക് മറ്റോ കൊണ്ടുപോയി കാണും. ഓ ശരി ശരി. അബോഷനായിരിക്കും. സംശയമുണ്ടോ? അലക്സാണ്ടർ മുതലാളിയുടെ ടെൻഷൻ ഇപ്പോഴേ കാണാൻ പറ്റൂ. ശരിക്കും കണ്ടു. അന്വേഷിക്കാവുന്നവർക്കൊക്കെ അന്വേഷിച്ചു. അവനെ അവന്റെ കൂടെ വന്ന ചെറുപ്പക്കാരെ എങ്ങും കാണാനില്ല. കാണാനില്ല. ഇതേതാടാ പുതിയൊരു അവതാരം? നോക്കാം. പിന്നെ അവരെവിടെ പോയി? അതാ ഞാൻ ആലോചിക്കുന്നത്. വെറുതെ ആലോചിച്ചോണ്ടിരുന്നാലേ കാര്യം നടക്കത്തില്ല, പറഞ്ഞേക്കാം. അവൻ വിളഞ്ഞ വിത്ത. കൂടെ 2 ചെറുപ്പക്കാരുള്ള സ്ഥിതിക്ക് അവൻ പല തരികടയും പ്ലാൻ ചെയ്യും. കൂടെയുള്ളവന്മാരുടെ ഡീറ്റെയിൽസ് ഞാൻ റിസപ്ഷനിൽ തിരക്കി. ഫോർ യു ഫോർ എവർ. നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്ക? അല്ല മുതലാളി, അങ്ങനെ ഒരു സ്ഥാപനം അവര് നടത്തുന്നത് സിറ്റി തന്നെ. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും അവരെത്തിച്ചു കൊടുക്കുന്ന കേട്ടത്. ഇപ്പത് ശിവന് രക്തം ദാനം ചെയ്തു അവര് തന്നെ. രക്തം കിട്ടാതെ ചാവണമായിരുന്നു റാസ്കൽ. അല്ല, അപ്പൊ മോളുടെ കാര്യം എന്തായി? പരിശോധന അടക്കുക. താൻ ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ. പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങ് വരാം. അപ്പൊ അവന്മാര് എന്തോതിനാ? കൺമുന്നിലൂടെ പോയവരെ കാണാനില്ലെന്നല്ലേ പറഞ്ഞത്. താൻ ഇനി കൂടുതലൊന്നും അന്വേഷിക്കണ്ട. പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി മുതലാളി. ഒറ്റ ഒരെണ്ണത്തിനെ കാശിന് കൂടില്ല. നോട്ട് ചെയ്തോളയാ. അലക്സാണ്ടർ പേട്ടയുടെ ശിങ്കിടികളിൽ ഒന്ന്. നിങ്ങൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ ഇവിടെ ഇരി. വാ. നല്ല തളർച്ചയുണ്ടല്ലോ. ഇവളൊക്കെ തളരാനോ? എവിടെ? ഇനി ചെവി അറിയാതെ നമുക്ക് സംഗതി അങ്ങ് അവസാനിപ്പിക്കണം. അത് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ ആലീസിന്റെ യൂട്രസിന് കംപ്ലൈന്റ് ഉണ്ട്. ഇത്തരം സാഹചര്യത്തില് അബോർഷൻ പ്രശ്നമെന്ന് പറഞ്ഞ പറയുന്നതിൽ വിഷമം തോന്നരുത്. അബോർഷൻ നടക്കില്ല. എനിക്കെന്നല്ല, ഒരു ഡോക്ടർക്കും അതിന് കഴിയില്ല.
ഇനി നിങ്ങൾ വാശി പിടിച്ച അതിന്റെ ഫലം അനുഭവിക്കുന്നത് സ്വന്തം മകൾ തന്നെയായിരിക്കും. ആലീസിന്റെ ജീവനോ അല്ലെങ്കിൽ ഭാവി ഗർഭിണിയാവാനുള്ള കഴിവോ നഷ്ടപ്പെടും. പിന്നിപ്പോ എന്ത് ചെയ്യും ഡോക്ടർ? മിക്കവാറും ഡെലിവറി തന്നെ വേണ്ടി വന്നേക്കും. അറിയാം, അതിന്റെ നാണക്കേട് ഓർത്ത് പേടിക്കണ്ട. എന്റെ ഒരു സുഹൃത്തിന്റെ ഹോസ്പിറ്റൽ അങ്ങ് പീരുമേടുണ്ട്. 2-3 മാസം കഴിഞ്ഞാൽ ആലീസിനെ അവിടെ താമസിപ്പിക്കാം. പിന്നെ നോക്കാൻ നല്ല ആയമാരും സിസ്റ്റർമാരും ഉണ്ട് അവിടെ. ഇനിയിപ്പോ ഡെലിവറി അത്യാവശ്യമാണെങ്കിൽ അതും അവിടെ തന്നെ ആയിക്കോട്ടെ. ശിവൻ മാറിക്കോ. ഡാ പ്രശ്നമാവോ? പ്രശ്നമാവും. എന്റെ അമ്മേ. ഒന്ന് നിർത്തിക്കേ. നീ വന്നത് എന്നെ കാണാനല്ല, മറിച്ച് മറ്റൊരു മഹനീയ കാര്യം ചെയ്യാനാ. അതെന്താണെന്ന് എനിക്കറിയാം. അതിന്റെ പേരില ഞാനിപ്പോ ഇങ്ങനെ നിരങ്ങേണ്ടി വന്നത്. നിന്റെ ഡാഡി ശരിക്ക് തന്നു, ഒരിക്കലും മറക്കാത്ത രീതിയിൽ. അറിഞ്ഞു കാണുമല്ലോ. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അധികം പ്രസംഗിക്കണ്ട നീ. പ്രസംഗിക്കോടി. പുറത്തു പറയാനാവാത്ത പലതും ഞാൻ ഈ നാടുതോറും വിളിച്ചു പറഞ്ഞു നടക്കും. നാട്ടുകാരുടെ മുന്നിൽ നീ നിന്റെ കുടുംബം നാറണം. അറിയാലോ, ചതിയും വഞ്ചനയും നിന്റെ ഡാഡിയെ പോലെ എനിക്കും വശമാ. ആ മതി മതി, ഇയാൾ റൂമിലേക്ക് കൊണ്ടുപോയേ. അയാൾ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താ? അത് അയാളോട് തന്നെ ചോദിക്കണം. അർത്ഥം അറിയാൻ വന്നിരിക്കുന്നു. മോളോട് സാവകാശം പറഞ്ഞാ മതി. ഡാഡി, ആ റാസ്കൽ ശിവൻ എന്നെ. ശിവനോ? ഏത് ശിവൻ? പ്ലീസ്, ഈ അവസ്ഥയിൽ കുട്ടിയോട്. ഞങ്ങൾ ആലോചിച്ചിട്ട് വരും പറയാം. വാങ്ങിച്ചോട്ട്. മനുഷ്യ ഇവിടെ പാതാളത്തിലേക്ക് താന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ അവളെ ശിവനും വിഷ്ണു എന്നാ ഉറക്കെ വിളിച്ച് പറയാടി. ഇതിനെല്ലാം ഉത്തരവാദി അവനാണെന്ന്. പേട്ട കുടുംബക്കാരെല്ലാരും കൂടി ചേർന്ന് നിനക്ക് പൂമാല ചേർത്ത് തരും. ആരും കേൾപ്പിച്ച പേരാണല്ലോ എന്റെ പുന്നാര സന്താനം കേൾപ്പിച്ചത്. പയ്യെ പറയണ്ട മനുഷ്യ. നിങ്ങൾ ഇപ്പൊ തന്നെ ഈ നാണക്കേട് നാട്ടുകാരെ കൂടി അറിയിക്കുള്ളൂ. അല്ലെങ്കിൽ അറിയാതിരിക്കാൻ പോകല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വാങ്ങിച്ചോട്ടെ. മധ്യരാജാവ് നല്ല ടെമ്പറേച്ചറിലാണല്ലോ. അപ്പൊ കാര്യം നിസ്സാരമല്ലാന്ന് മനസ്സിലായില്ലേ? ശിവൻ കയറി ആ പെണ്ണിനോട് അടഞ്ഞ സ്ഥിതിക്ക് ഇനി അവന്റെ നില അത്ര സുരക്ഷിതമല്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പത്രസമ്മേളനം കഴിയുന്നവരെ അത്യാവശ്യമാണ്. കീർത്തിമോള് പഠിച്ചു മറിക്കുകയാണല്ലോ. റാങ്ക് ഈ വീട്ടിൽ തന്നെ എത്തുമോ? പിന്നെ റാങ്ക് എങ്ങനെയെങ്കിലും MSc മെറിറ്റിൽ കയറാനുള്ള മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ കണ്ണി കണ്ടവന്റെ ഒക്കെ കൈയും കാലും പിടിക്കേണ്ടി വരില്ലേ? നീ അത്രയ്ക്ക് എന്റെ മോളെ കളിയാക്കണ്ട കേട്ടോ. റിസൾട്ട് വരുമ്പോ നോക്കിക്കോ, എന്റെ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഉണ്ടാവണം. ഇല്ലെങ്കിലാ എന്റെ തനി സ്വരൂപം കാണാൻ പോകുന്നേ. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ. നമുക്കിപ്പം നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇന്ന് ഫീസ് ഇളവിനായി വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നു പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയോന്ന് തിരക്കോ ഏട്ടൻ? തിരക്കാനെന്താ, കിട്ടിക്കാണും. എത്ര എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞു കിട്ടിക്കാണുന്ന്. ഒരു രക്ഷയുമില്ല ഏട്ടാ. ആ സെക്ഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു മൊരടനാ. വരുമാന സർട്ടിഫിക്കറ്റ് തരില്ലെന്ന വാശിയില്ല അയാള്. അതെവിടെ ഏർപ്പാടാ? ന്യായമായ കാര്യങ്ങൾ തരില്ലെന്ന് പറയാൻ അയാൾക്ക് എന്താ അവകാശം? ഞാൻ ചോദിക്കാൻ തുടങ്ങിയതാ. പിന്നെ കരുതി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയ ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ ഒന്ന്. അങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താ? സർട്ടിഫിക്കറ്റ് തരേണ്ട അയാളുടെ ഡ്യൂട്ടിയാ. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തിരക്കുണ്ടായിന്ന് വരാം. അപ്പൊ വെയിറ്റ് ചെയ്യാനോ പോയിട്ട് പിന്നെ വരാനോ പറയാം. അതാണ് സാമാന്യ മര്യാദ. അല്ലാതെ സർട്ടിഫിക്കറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിരുദ്ധനെ ഞങ്ങൾക്കൊന്ന് കാണുമല്ലോ. ഇതിന്റെ പിന്നില് അതൊന്നും അല്ലടാ മോനെ കാര്യം. കൈമുടക്ക് കൊടുത്താ ഏത് നടക്കാത്ത കാര്യവും അവന്മാര് നടത്തി തരും. അതേട്ടാ, അയാള് കൈക്കൂലിക്കാരനാണെന്നാ എല്ലാരും പറയുന്നേ.
അപ്പം നമ്മൾ അയാളെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ ശ്രീ. പിന്നെ പോവാം. പോവാം. വാ. അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഏയ്, വെറുതെ അയാളൊന്ന് സ്നേഹിച്ചിട്ടിങ്ങി വരാം. വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാ അമ്മാവൻ എങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അമ്മാവനൊരു മറുപടി പറഞ്ഞില്ല. ഒരു കോളേജ് പ്രൊഫസറുടെ മകളെ കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞ നമ്മുടെ കൊക്കിന് ഒതുങ്ങുമോ? അത് നേരിൽ കണ്ട് സംസാരിച്ചാലേ അറിയൂ. എനിക്ക് എന്താ ഒരു കുറവ്? നല്ല വിദ്യാഭ്യാസം ഇല്ലേ? സാമാന്യം ഭേദപ്പെട്ടൊരു ജോലിയില്ലേ? അത് ശരിയാ. പക്ഷെ വീട്ടിലെ അവസ്ഥ, കെട്ടിക്കാൻ പ്രായമായ 2 പെൺകുട്ടികൾ കൂടി ഉണ്ടെന്നറിയുമ്പോ ഒന്നും സംഭവിക്കില്ല. ഒരു വീടാവുമ്പോ കെട്ടുപ്രായം തികഞ്ഞ പെൺകുട്ടികളുണ്ടാവും. അതൊരു പുതിയ സംഭവമൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അല്ലേ? അതെ, രണ്ടിലൊന്നറിഞ്ഞ ഒരു മനസ്സമാനം ഉണ്ടായേനെ. അതാ ഞായറാഴ്ച വരെ കാക്കാതെ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോവാന്ന് വെച്ചത്. എന്നാ ഉച്ചകഴിഞ്ഞ് നമുക്ക് പോവാം അല്ലേ? അമ്മാവനെന്താ ആലോചിക്കുന്നത്? അല്ല, ആ കുട്ടി എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അത് 1-2 കല്യാണം മുടങ്ങി എന്റെ വിഷമത്തിലാന്ന് അറിഞ്ഞത്. അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. അമ്മാവനെന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, വല്ല പ്രേമനൈരാശ്യമോ മറ്റോ? ഏയ്, അതൊന്നുമല്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. അത് വേണമെങ്കിൽ പിന്നെ ആയാലും മതിയല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. 3 കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. നല്ല വെയില്, പിന്നെ പഴയ പോലെ ഒന്നും നടക്കാനും വയ്യ. ഒരു ഓട്ടോയിൽ അങ്ങ് പോവാ അല്ലേ? പിന്നെന്താ? പൈസ ഓട്ടോ കൂലി. ഓ, 10 ഉലുവയോ? വീട്ടിലേക്ക് പോകാൻ അത്രയും മതി. അമ്മാവനിപ്പോ ചെന്നാട്ടെ. അല്ലേ? ഈ വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ സാറ് ദാദാ. എക്സ്ക്യൂസ് മീ. എന്താ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ആർക്കാ? തനിക്കാണോ? അല്ല, എന്റെ പെങ്ങക്കാ. പെങ്ങള് വന്നിട്ടുണ്ടോ? ഇല്ല, ആപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ട് 2 ആഴ്ചയായി. ഓ, എന്താ പേര്? കീർത്തി. ഒരു എൻക്വയറി കൂടി നടത്താതെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അതെന്താ? ഭൂസ്വത്തിന്റെ വരുമാനം ആപ്ലിക്കേഷനിൽ കാണിച്ചതിലും കൂടുതലുണ്ട്. നിങ്ങളാണോ ഫോർ യു ഫോർ എവർ എന്നുള്ള സ്ഥാപനം നടത്തുന്നത്? അതെ, ഞങ്ങൾ 2 ആളും കൂടിയാ. അപ്പൊ പാർട്ട്ണർഷിപ്പിലല്ലേ? അതെ. പക്ഷെ അത് ആപ്ലിക്കേഷൻ ഫോമിൽ കാണിച്ചിട്ടില്ല.